പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ ഭീകരരും സുരക്ഷാ ഏജൻസികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായതായി റിപ്പോർട്ട്. കഴിഞ്ഞ 5 ദിവസത്തിനിടയിൽ 4 വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് സുരക്ഷാ ഏജൻസികൾ ഭീകരർക്ക് സമീപത്തെത്തിയതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങളുമായി ബസന്ത നമ്മോടൊപ്പം ചേരുന്നു. ബസന്ത, തൊട്ടടുത്തേക്ക് എത്തുന്നു, ആ ഭീകരരെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നു തുടങ്ങിയിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? മാർഷൽ, ഏപ്രിൽ 21-നാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത്. ഇതിൻ്റെ പിന്നാലെ തന്നെ സുരക്ഷാ ഏജൻസികൾ ബൈസറൻ വാലിയും അതിന് സമീപമുള്ള വനമേഖലയിലും വൻതോതിലുള്ള തെരച്ചിലാണ് ആരംഭിച്ചത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ 4 തവണ ഈ 4 ഭീകരരെ അടുത്ത സുരക്ഷാ സേന എത്തിയിരുന്നു. കുൽഗാമിൽ ഒരു തവണ ഇവരുമായി ഏറ്റുമുട്ടലുണ്ടായെങ്കിലും നിബിഡ വനത്തിൻ്റെ മറവിൽ ഇവർ രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ത്രാളിലും കുൽഗാമിലും അനന്തനാഗിലും ഒക്കെ വെച്ചാണ് ഇവരെ സുരക്ഷാ സേന വളഞ്ഞത്. ഈ വനത്തിൻ്റെ മറവിൽ ഇവർ ജമ്മുവിലേക്ക് കടക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നുള്ളൊരു സൂചന കൊണ്ട് ജമ്മുവിലും ഇപ്പോൾ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. സുരക്ഷാ വലയമാണ് ജമ്മുവിലുമുള്ളത്. അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവരെ പിടിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് സുരക്ഷാ ഏജൻസികൾ പങ്കുവെക്കുന്നത്. ഇവർ പലപ്പോഴും ഭക്ഷണത്തിനും മറ്റുമായി ഗ്രാമങ്ങളിലേക്ക് എത്താറുണ്ട്. ഗ്രാമങ്ങളിൽ തന്നെ ഒരു വീട്ടിൽ രാത്രി എത്തി ഭക്ഷണം എടുത്തുകൊണ്ടുപോയി തുടങ്ങിയ റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതായത് സുരക്ഷാ സേന അവിടെ എത്തുമ്പോഴേക്കും ഇവർ അവിടെ നിന്നും കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. വിനോദസഞ്ചാരികളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത 2 മൊബൈൽ ഫോണുകൾ, അതായത് കൊല്ലപ്പെട്ട വിനോദസഞ്ചാരികളുടെ 2 മൊബൈൽ ഫോൺ ഇവരുടെ പക്കലുണ്ട് എന്നുള്ളതാണ് സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അങ്ങനെയാണെങ്കിൽ ഈ മൊബൈൽ ഫോൺ ഓൺ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇവരെ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയും സുരക്ഷാ സേനയ്ക്കുണ്ട്. വലിയ തോതിലുള്ള തെരച്ചിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കശ്മീർ ഭാഗങ്ങളിലുണ്ട്. ബാരാമുള്ളയിലും കുൽഗാമിലും അതുപോലെ ബസന്ത്ഗഡിലും ഒക്കെ തന്നെ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ബാരാമുള്ളയിൽ 2 ഭീകരരെ വധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇവരുമായി ബന്ധമില്ലാത്ത 2 ഭീകരർ. ഇപ്പോൾ ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ 4 ഭീകരർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഭീകരരും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിൽ തന്നെ ഉണ്ടാകുന്ന മറ്റൊന്ന്, അതിർത്തിയിൽ പാകിസ്ഥാൻ തുടർച്ചയായി 5ാമത്തെ ദിവസവും നടത്തുന്ന പ്രകോപനമാണ്. രാത്രി കാലങ്ങളിൽ വെടിവെപ്പ് നടത്തുന്നു. ഇന്ത്യൻ സൈന്യം ഫലപ്രദമായി തിരിച്ചടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഏതു മേഖലയിലാണ് ഈ ഏറ്റുമുട്ടലുണ്ടായത്? അതും പൂഞ്ച് മേഖലയിലാണ് ഇന്നലെ രാത്രി വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. വലിയ മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം വെടിവെക്കുകയും ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് 4ാം ദിവസം തുടർച്ചയായിട്ടാണ്, 4ാം ദിവസം രാത്രി ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രകോപനം ഉണ്ടാകുന്നത്. ഈ വെടിനിർത്തൽ കരാർ ഉണ്ടായതിനു ശേഷം പാകിസ്ഥാൻ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ പ്രകോപനം നടത്തിയെങ്കിലും ഇന്ത്യ വലിയ തോതിൽ സംയമനം പാലിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള വെടിവെപ്പിന് കനത്ത തോതിലുള്ള തിരിച്ചടിയാണ് നൽകുന്നത്. അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ പാകിസ്ഥാൻ്റെ പല ബങ്കറുകളും സൈനിക ബങ്കറുകളും തകർത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുന്നതിലാണ് പാകിസ്ഥാൻ സൈന്യത്തിൽ പലർക്ക് അത്യാഹിതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതും ഒപ്പം തന്നെ അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, വാവേ സാറ്റലൈറ്റുകളുടെ ഒരു കണ്ടെത്തൽ NIA നടത്തിയിട്ടുണ്ട്. വാവേ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭീകരർ അവരുടെ ആശയവിനിമയങ്ങൾ നടത്തുന്നത് എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. എന്തൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ഇവർക്കെല്ലാം കിട്ടുന്നു എന്നാണ് NIA പറയുന്നത്? നിലവിൽ ഈ ഭീകരാക്രമണത്തിൽ ഇപ്പോൾ പല തലത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭീകരർ ആശയവിനിമയം നടത്താൻ സാറ്റലൈറ്റ് ഫോണുകൾ, അതും വാവയുടെ സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചു എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് NIA സംഘം എത്തിയിരിക്കുന്നത്. ഇതിലൂടെ ഇവർക്ക് പല നിരീക്ഷണങ്ങളും പല നിർദ്ദേശങ്ങൾ ലഭിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ പല കമാൻഡുകൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം NIA കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഫോണുകളെല്ലാം പാകിസ്ഥാനിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റൊരു അയൽ രാജ്യത്ത് നിന്നോ ഇന്ത്യയിലേക്ക് കടത്തപ്പെട്ടതാണ് അനധികൃതമായി എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് ഇപ്പോൾ എന്തായാലും NIA എത്തിയിട്ടുണ്ട്. വാവൈ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരോധിച്ച ഒരു കമ്പനിയാണ്. മാത്രമല്ല ചൈനീസ് നിർമ്മിത ഫോണുകളാണ് വാവൈ എന്ന് പറയുന്നത്. അതിൻ്റെ സാറ്റലൈറ്റ് ഫോണുകൾ തന്നെ ഭീകരാക്രമണം നടത്തുന്നതിനിടയിൽ ഉപയോഗിച്ചു എന്നുള്ള കാര്യമാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഈ പഹൽഗാം പ്രദേശത്ത്, ബൈസറൻ വാലി പ്രദേശത്ത് 22-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം, അതായത് ഈ ഭീകരാക്രമണം നടത്തുന്ന സമയത്ത് തന്നെ പല തവണ പലയിടത്തായി പല സമയത്ത് ഒന്നിലധികം ഫോണുകളുടെ ഉപയോഗം ഈ NIA എന്തായാലും ഇപ്പോൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതായത് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ്റെ അടക്കമുള്ള
സഹായം ഭീകരർക്ക് ലഭിച്ചു എന്നുള്ള കാര്യത്തിലേക്ക് കൂടുതൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇതിലൂടെ കടന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഭീകരർ എൻട്രി എക്സിറ്റ് പോയിന്റ്, അതായത് ഈ ഭീകരാക്രമണം നടന്ന പ്രദേശത്തേക്ക് ബൈസൺ വാലിയിലേക്ക് ഇതിലൂടെ എത്തി എവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ള എൻട്രി എക്സിറ്റ് പോയിന്റുകൾ കണ്ടെത്തി അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി ഈ NIA നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഭീകരരുടെ മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്തായിരുന്നു എന്നുള്ള കാര്യം കണ്ടെത്തുകയാണ്. അതിലൂടെ നിലവിൽ ഇപ്പോൾ ഇവർ വിലയിരുത്തുന്ന അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം, മറ്റൊന്ന് ഇവരിപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പലതവണ സൈന്യം ഇവർ അടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇവരിപ്പോഴും പിടികൂടാൻ സാധിക്കാതെ വെല്ലുവിളിയും ഇത്രയും വലിയ നാശം വിതച്ചിട്ട് ഈ ഭീകരരെ ഇപ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി.